മുടി ഒറിജിനലാണോ അതോ വെപ്പാണോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരത്തില്ലായോ ഗണേശ് മാമോ? ഗണേശ് മാമന്റെ കൈ ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുണ്ടോ? ആ കൊച്ചിന്റെ കയ്യിലോട്ട് ഒരു പിടുത്തം, ഒരു നമുക്ക് കയ്യും പിടിച്ച് നടക്കാം. ആ ഒരു മൂഡില് കൈ ഇങ്ങനെ ആടുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ഗണേശ് മാമോ? ഈ രണ്ട് കൈയില്ലാത്തവൻ ഒരു കൈയില്ലാത്തവനെ കളിയാക്കുക എന്ന് പറയത്തില്ലേ, ആ പരിപാടിയാണ് ഇന്നലെ ഗണേശ് മാമൻ കാണിച്ചതേ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോ ഇങ്ങനെ കുത്തിപ്പൊക്കി എടുത്തോണ്ട് വന്നതേ. ഇത് മാത്രമല്ല, ഗണേശ് മാമന്റെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞൊരു കാലത്തെ ഒരു ഫോട്ടോ ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഗണേശ് മാമോ കണ്ടായിരുന്നോ? മോന്തയൊക്കെ പഞ്ചറായിട്ടിരിക്കുന്ന നമ്മുടെ സരിത ചേച്ചിയുടെ വല്ല വിവരം ഉണ്ടോ ഗണേശ് മാമോ? ഗണേശ് മാമൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ. കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ട്രാൻസ്പോർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ടെന്നാണ് കേൾവി, വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗണേശ് മാമൻ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഗണേശ് മാമോ താങ്കളും അത്ര നീറ്റൊന്നും അല്ലായിരുന്നു. ഇപ്പൊ ആയിരിക്കാം, പക്ഷെ അല്ലായിരുന്നു. അല്ല, വേറൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ അത്ര ഡീസന്റ് ആണെന്ന് പറയാനും പറ്റുമോ? എവിടെയോ ഒരു ഇച്ചിരി കോഴിത്തരം ഇപ്പോഴും കിടപ്പില്ലേ ഗണേശ് മാമോ? അത് പിന്നെ കോഴിത്തരമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലയോ ഗണേശ് മാമോ? അതാണല്ലോ കുറച്ചു മുമ്പ് തുടക്കത്തിൽ ഞാൻ കാണിച്ചൊരു വീഡിയോയിലെ ഒരു ഇച്ചിരി ഇക്കിളിപ്പെടുത്തല്ലേ, അതൊക്കെ ആയിക്കോ. പക്ഷെ ഗണേശ് മാമോ, ഇന്നലെ നമ്മുടെ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ മറ്റേ വലിയ പ്രതിഷേധം നടത്തിയല്ലോ, മൈക്കും കൊളാമ്പിയൊക്കെ വെച്ച് മറ്റേ പരിപാടിയൊക്കെ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ട് ഒരു പരിപാടി തലസ്ഥാനത്ത് നടത്തിയല്ലോ. ഗണേശ് മാമോ എന്തിനായിരുന്നു ഗണേശ് മാമോ ഈ പരിപാടി നടത്തിയത് ശരിക്കും? എന്തിനായിരുന്നു? കേന്ദ്രം നമുക്കൊന്നും തരുന്നില്ലായേ, എന്തെങ്കിലുമൊക്കെ താടേ, ഞങ്ങൾ കുറച്ച് കൈയിട്ട് വാരട്ടെ എന്ന് പറയുന്നതിന് പകരം ഗണേശ് മാമൻ കംപ്ലീറ്റ്ലി ടോപ്പിക് ചെയ്ത് അങ്ങ് വഴുതി മാറി പോയായിരുന്നല്ലോ ഗണേശ് മാമോ ഇന്നലെ. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയല്ലോ. കോൺഗ്രസിനെ കുത്തുക, രാഹുൽ മാങ്കൂട്ടത്തിലിനെ. ചേട്ടാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ചേട്ടന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുത്താനായിട്ട് എന്തെങ്കിലും ഒരു ഉളുപ്പൊന്നും തോന്നുന്നില്ലേ ചേട്ടോ? അല്ല, അതിന് പറ്റിയ ഒരാളാണോ നിങ്ങളും ഇതുപോലത്തെ കേസിനൊന്നും വന്നിട്ടില്ലേ? ആക്ഷേപമൊന്നും വന്നിട്ടില്ലേ? നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ. സരിത ചേച്ചി എവിടെ? പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാലം, അന്തകാലം. അതൊന്നും ഇനി ഇവിടെ കുത്തിപ്പൊക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? പക്ഷെ ഇന്നലെ നിങ്ങളുടെ പ്രസംഗം അത് കുറച്ച് മുമ്പാണ് നമ്മൾ കേട്ടത്. എവിടെയൊക്കെയോ ചില മിസ്റ്റേക്സ് ഗണേശ് മാമോ. പ്രിയപ്പെട്ടവരെ, നമുക്കിതൊന്ന് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം ഓരോന്നായിട്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? പിടിച്ചോ. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഈ സമരം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉള്ളൊരു സമരമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഈ ഏകദിന സമരം, ഇതിനു മുമ്പ് നമ്മൾ ഡൽഹിയിൽ പോയി ഒരു സമരം നടത്തി. മാമാ, നിങ്ങൾ ഡൽഹി പോയോ ഹൈദരാബാദ് പോയോ എവിടെ പോയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതിഷേധം നടത്ത്. അപ്പം കേട്ടല്ലോ നിങ്ങൾ, ഞാൻ ചാനലിൽ കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ പ്രതിഷേധിക്കാൻ പോവാണ്, കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കാൻ പോവാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കേന്ദ്രത്തിനെതിരെ ഇന്ന് വലിച്ചങ്ങോട്ട് കീറും BJP എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാൻ നേരത്ത് മാമൻ ടോപ്പിക്കിൽ നിന്നൊക്കെ പോയി. മാമൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇതൊന്ന് കേട്ടോണേ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. കേരളത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ പ്രീണനം, അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് UDF ആണ്. അവരെ സംബന്ധിച്ച് ആര് തല്ലിയാലും കുഴപ്പമില്ല, ഇവിടെ ഒരു തല്ല് നടക്കണം എന്നതേ ഉള്ളൂ. ഇവിടെ ഒരു അരാജകത്വം ഉണ്ടായാൽ അത് മുതലെടുത്ത് കരകയറാമെന്ന് ചിന്തിക്കുന്ന UDFന്റെ സംവിധാനങ്ങൾ, ആ സംവിധാനം ഇന്ന് ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്നത് മതവികാരം ഉണർത്തിവിടുക എന്നുള്ളതാണ്. BJP ഉണർത്തി വരുന്ന മതവികാരത്തെക്കാൾ അപകടകരമായ മതവികാരമാണ് UDF ഈ സംസ്ഥാനത്ത് അഴിച്ചുവിടുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് പറഞ്ഞു? പോറ്റിയെ കയറ്റി. ആര് പോറ്റിയെ കയറ്റി? പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ്, മന്ത്രിയല്ല. പോറ്റിയെ കയറ്റത് ഏതോ മന്ത്രിയാണ്, പോറ്റിയെ കയറ്റിയത് ഏതോ ബോർഡ് മെമ്പറാണ്, ഏതോ ചെയർമാൻ പ്രസിഡന്റാണ് എന്നെല്ലാം പറഞ്ഞ് പ്രതിഫലിച്ച് പാട്ട് പാടി നടന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഗണേശ് മാമോ,
സംഭവമൊക്കെ സത്യമാണ്. അതായത് തന്ത്രിയാണ് പോറ്റിയെ കയറ്റിയെന്ന് തെളിഞ്ഞു. പക്ഷെ ഈ തന്ത്രി പോറ്റിയെ കയറ്റാൻ ഒരു പുഷ് കൊടുത്തത് നമ്മുടെ മറ്റേ വൻ സെറ്റപ്പിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പിണുമാമനാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടേ. തെളിയട്ടെ. SIT അന്വേഷിക്കുവാണല്ലോ. പക്ഷെ SIT അന്വേഷിച്ചാലും ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും അത് പ്രതീക്ഷിക്കണ്ട. SIT വരെ വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ആളാണല്ലോ നമ്മുടെ രായാവ്. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല. ഒന്ന് പുറകിലോട്ടൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പിണു മാമന്റെ മോള് മുഖ്യ കോടികൾ എവിടെ അതൊക്കെ? ഒന്നുമില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതിനകത്ത് ഈ പോറ്റിയെ തന്ത്രി കയറ്റി എന്ന് തന്നെ ആവത്തുള്ളൂ. കൂടിപ്പോയാൽ തന്ത്രി പെടും. തന്ത്രിയുടെ പുറകിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പെടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനുണ്ടെങ്കിലോ, പിണുമാമൻ തന്നെയാന്ന് ഞാൻ പറയുന്നില്ല, വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുത്തനെ ഇവിടെ തൊടത്തില്ല. മനസ്സിലായോ? മന്ത്രി മുഖ്യ ഗണേശ് മാമ മനസ്സിലാക്ക്. ഇത് കാലം ഒരുപാട് പോയി. 2026 അത്യാവശ്യം ജനങ്ങൾക്ക് ബോധമുണ്ട്. എന്തു പറഞ്ഞാലും മറ്റേ അയ്യോ പാർട്ടിയെ എന്നും പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ കാണും. മനസ്സിലായോ? കാണും. പട്ടികൾക്ക് യജമാനന്മാരോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ പട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില മേളിലിരിക്കുന്ന ചേട്ടന്മാര് അതുപോലെയാണ് ചില അണികളെ കാണുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒന്നും നോക്കത്തില്ല, ചുമ്മാ അങ്ങ് നടക്കുക. എന്തിനാണോ? വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒന്ന് ചിന്തിക്കാനുള്ള സമയം കണ്ടെത്തുക. പിടികിട്ടിയോ? പൊക്കോ. അതൊക്കെ പിന്നെ ചില ആൾക്കാരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലടേ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏത് പാർട്ടിയാണെങ്കിലും അവന്മാർക്ക് അവന്മാരുടെ കാര്യമുള്ളടേ. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു ജനങ്ങളുടെ ഉണ്ടാക്കല്. അത് എപ്പോഴെങ്കിലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് മെയിൻ കാര്യം. കേട്ടോണേ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, 2 കൈ ഇല്ലാത്തവൻ 1 കൈ ഇല്ലാത്തവനെ മറ്റേ കല്ല് വലിച്ചെറിയുന്ന വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇവിടെ മറ്റേ കോഴി ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആരും പറഞ്ഞുകൊണ്ട് വരണ്ടേ. മാങ്കൂട്ടത്തിലിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ലടേ. പുള്ളിയെ കല്ലെറിയാനും ഇപ്പൊ പറ്റത്തില്ല. കോടതിയിൽ നിന്ന് ഉത്തരവ് വരട്ടെ, എന്നിട്ട് കൊടുക്കാൻ കല്ലേറവന്. അല്ലാതെ കല്ലെറിയാൻ ഞാനില്ല. നമുക്ക് ബാക്കി കാണാം. കാരണം എനിക്കൊരു സംശയം ഉണ്ടേ, കുടുക്കിയതാണോ, വേറെ പല ഉടായ്പകൾ ഇവിടെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി പുള്ളിക്കിട്ട് മനഃപൂർവ്വം താങ്ങുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അത്ര ഡീസൻറ്റും ആയിരിക്കത്തില്ല. പുള്ളിക്ക് ഇച്ചിരി കോഴി പരിപാടികളൊക്കെ കാണും. ഇന്ന് വെച്ചിട്ട് ഇതെല്ലാം പുള്ളി ചെയ്തെന്നാണോ? എനിക്ക് സംശയമുണ്ട്. ഈ കോടി മറ്റേ ഫ്ലാറ്റും അതും ഇതും എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് പുള്ളി പ്രശ്നക്കാരൻ. പുള്ളി മറ്റേ 3 നേരം ഇരുന്നിരുന്ന് മറ്റേ പണി നടത്തി. അല്ല, ഇതിന് ഓപ്പോസിറ്റ് നിന്ന ആളും കൂടെ ഇറങ്ങിയിട്ടല്ലേ. പുള്ളി മറ്റേ കെട്ടിയിട്ടിട്ടൊന്നും അല്ലല്ലോടെ. എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. എന്താണ് ഓരോരുത്തർ കാണിക്കുന്ന വൃത്തികേടുകൾ? ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ല. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്. നമ്മളിതൊന്നും കണ്ട് ഇളകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ പറയായിരുന്നു 10-20 ദിവസത്തെ കാര്യമുള്ളൂ. ഇപ്പോൾ എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ അച്ഛൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് ഇന്ന് പ്രസംഗിക്കുന്നതെന്ന്. കേട്ടോ, പണ്ട്. അതൊക്കെ പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറന്നോ മാമൻ? പോട്ടെ, അതും മറന്നു കളഞ്ഞേക്ക്. എനിക്കൊന്നും അറിയാൻ പാടില്ലേ. അതൊക്കെ കോടതിയിൽ നിന്ന് എല്ലാം തെളിഞ്ഞല്ലോ, എല്ലാവരും പാവപ്പെട്ടവര് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയാം. ഓക്കെ. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ഒരു സഹപ്രവർത്തനം ഉണ്ടായിരുന്നേ, ഒരു ചുന്ദര കില്ലാടി. രാത്രി 11 മണിക്ക് ശേഷം ആരെങ്കിലും സഹായം ചോദിച്ചോട്ട് തമ്പ്രാ സഹായിക്കോ എന്ന് പറഞ്ഞ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സില്ലടാ നിനക്ക് എന്ന് ചോദിച്ച് ചാടി ഇറങ്ങുന്ന മറ്റേ ടീമുണ്ടല്ലോ. ആ ടീമിനെതിരെ ഇങ്ങനെ പരാമർശങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും പുള്ളിയോട് മാറി നിൽക്കണം, പാർട്ടിയിൽ നിന്ന് MLA സ്ഥാനം അങ്ങോട്ട് മാറ്റിക്ക്, എന്നിട്ട് കേസൊക്കെ കഴിയുമ്പോഴത്തേക്ക് വന്ന് റീജോയിൻ ചെയ്താൽ എന്നുമല്ലോ പറഞ്ഞായിരുന്നോ ഗണേശ് മാമോ? അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഗണേശ് മാമോ. നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ തെമ്മാടിത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ വീട്ടിൽ കയറി ഇരുന്നോണം അല്ലേ?
അല്ലെങ്കിൽ അതൊക്കെ മറ്റേ പൊളിക്കാൻ വേണ്ടി, പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി. ഇവിടെ അവരുടെ കാര്യം വരുമ്പോഴത്തേക്ക് അവന്മാരെല്ലാം ചെറ്റകൾ. കേരളം മൊത്തം അവന്മാർ മറ്റേ നശിപ്പിക്കും, മതം പറഞ്ഞ് ഇല്ലാതാക്കും. എടാ എങ്ങനെ ഇതൊക്കെ ചേട്ടാ പണ്ട് കാലത്തെ ആൾക്കാർ വിശ്വസിക്കും ചേട്ടാ. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ ആൾക്കാരോട് ഈ ഐറ്റം ഒന്നും ഇറക്കരുത് കേട്ടോ. ആൾക്കാർ ചോദ്യം ചോദിക്കും. എടാ ഇത് നിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ പറയുന്നത്, അവരുടെ കാര്യം വരുമ്പോൾ നേരെ തിരിഞ്ഞെന്താ നിങ്ങൾ പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. പിന്നെ വാ തുറക്കാൻ ആരും ഇപ്പുറത്ത് നിന്ന് ചോദ്യം ചെയ്യാത്ത സ്ഥലങ്ങളിൽ നിന്ന് മൈക്കിലൂടെ ഘോരം പ്രസംഗിക്കുക. പക്ഷെ അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഇതുപോലെ ചാനലൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടേ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും കേട്ടോ. ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും. ഇല്ലേ പ്രിയപ്പെട്ടവരെ? മനസ്സിലാക്കിയ ആൾക്കാർ ഒന്ന് ലൈക്കൊക്കെ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട അങ്ങോട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിലേ. അപ്പോൾ എത്രയും വേണം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.